ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ അടിപൊളിയായിട്ടുള്ള ഈ ചിക്കൻ കറി തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഉപ്പും വിനീഗറും ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്താണ്. അപ്പോൾ ചിക്കൻ്റെ ആ ഉളുമ്പ് മണവും ഒക്കെ പോയി കിട്ടും, നല്ല ക്ലീൻ ആവും ചിക്കൻ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 1.5 കിലോ. ഇനി ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ തന്നെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണേ. നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 4 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്താണ്, ഒപ്പം തന്നെ ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇത് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ പോലെ വരും, പക്ഷേ കറക്റ്റായിട്ട് മൂത്ത് കിട്ടില്ല. ഈ പെട്ടെന്നൊന്നായി കിട്ടാൻ ഇത്തിരി ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല കറക്റ്റായിട്ട് വഴന്ന് കിട്ടിയാലാണ് ആ കറിക്ക് നല്ല റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം സവാള വഴറ്റിയെടുക്കാൻ. നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റിയെങ്കിൽ ഇതുപോലെ തന്നെ വഴന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റാൻ പറയുന്നത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 4 പച്ചമുളകും അതുപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി, 2 വലിയ വെളുത്തുള്ളി അതുകൂടി നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഒരുപാട് അങ്ങോട്ട് ഫൈൻ പേസ്റ്റായിട്ടല്ല, ഇടിക്കുന്ന കല്ലിൽ വെച്ച് ചതച്ചെടുത്താണ്. ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ആ സവാളയിലൊക്കെ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും, നല്ലൊരു ടേസ്റ്റുമാണ്. മഞ്ഞൾപ്പൊടി മൂത്തതിന് ശേഷം വേണം ഇതിലേക്ക് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പൊടികൾ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ആ കളറൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ടൊമാറ്റോയാണ്, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നമ്മൾ ഇതുപോലെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു കൊഴുപ്പുമായിരിക്കും, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അരച്ച് തന്നെ ചേർക്കണമെന്ന് പറഞ്ഞത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇതുപോലെ ഞെരടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ചൂടുവെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോകില്ല, കളറ് മാറില്ല, കറക്റ്റായിട്ട് തന്നെ മൂത്ത് കിട്ടുകയും ചെയ്യും. നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൈഡിൽ കൂടെ ആ എണ്ണയുടെയൊക്കെ ഒരു ഇത് തെളിഞ്ഞു വരും. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മസാല ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന പരുവം വരെ ഒന്ന് മസാലയിലിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ തന്നെയാണ് കേട്ടോ ഒന്ന് നന്നായിട്ട് സ്റ്റീം വരുന്നതുവരെ
അടച്ചു വയ്ക്കാം. ചിക്കൻ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ വെള്ളം ചേർക്കുന്നത് നമ്മൾ തിളച്ച വെള്ളമാണ്, പച്ചവെള്ളം ഒരിക്കലും കറിയിലേക്ക് ചേർത്ത് കൊടുക്കരുത്. തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നല്ലപോലെ സ്റ്റീം വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം വരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. സവാള വഴറ്റിയപ്പോൾ ഉള്ള ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും കറിയുടെ ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പാണ്. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ചിക്കൻ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കുക, എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറിലേക്ക് വരും. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു മണമാണ് കേട്ടോ. നല്ല സൂപ്പർ ഒരു ചിക്കൻ കറി തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു ചിക്കൻ കറി എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നെയ്ച്ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനാണേലും നല്ലൊരു കോമ്പിനേഷനായ ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്കും നല്ല അടിപൊളി ടേസ്റ്റിൽ ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും ഒട്ടും പേടിക്കേണ്ട, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കിഡിലൻ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ഞെരടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ഇതുപോലെ. ആ തിളപ്പ് നിൽക്കുന്നതിന് മുമ്പായിട്ട് അതേപോലെ തന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എപ്പോഴും പറയും പോലെ തന്നെ ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അതോടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.